അതിഗംഭീരമായ ഇടിയുടെ സൗണ്ട് കേട്ടിട്ട് വെളുപ്പിനെ 3:30-4 മണിയായപ്പോൾ ഞെട്ടി ഉണർന്ന ഞങ്ങൾ പിന്നെ കിടന്നപ്പോൾ മണി 5:30 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പം 8:30 മണി കഴിഞ്ഞു. സത്യത്തിൽ കിടന്നുറങ്ങിയത് വെക്കേഷൻ ആയതുകൊണ്ട് അലാമിൻ്റെ സൗണ്ടൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങിയതാണ് കേട്ടോ. ഇത് ഈ വെള്ളം നിൽക്കുന്നത് അത്രമാത്രം മഴയുണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ്. പിന്നെ ഞാൻ പോയി ഒരു കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മഴയും ആസ്വദിച്ചിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും എഴുന്നേറ്റ് വന്നു, മോളും എഴുന്നേറ്റ് വന്നു. മോള് ഭദ്രകാളിയെ പോലെ മുടിയൊക്കെ പാറി പറപ്പിച്ചിട്ടിട്ടാണ് വന്നത്. ഞാൻ പോയി കുറച്ച് എണ്ണ എടുത്തുകൊണ്ട് വന്ന് മുടിയിലൊക്കെ തേച്ച് കൊടുത്തു. അപ്പോഴേക്കും പാലുകാരൻ്റെ ഹോണടി കേട്ടപ്പോൾ മോൻ ഓടിപ്പോയിട്ട് പാലും പാത്രം എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഞാനപ്പോഴേക്കും പോയി എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം, കാരണം മക്കൾക്ക് രാവിലെ 11 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തട്ട് ദോശയും ചമ്മന്തിയുമാണ്. ഇവിടെ എല്ലാവർക്കും തട്ട് ദോശയോടാണ് താല്പര്യം. നെയ്റോസ്റ്റും മസാല ദോശയും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച വലിയ പാനാണിത്. പക്ഷെ അതെനിക്ക് വളരെയേറെ ഉപകാരമായി, കാരണം സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാറുണ്ട്. ഈ ഒരൊറ്റ പാനിൽ ഞാൻ 4 എണ്ണം ചുട്ടിട്ട് 3 എണ്ണം വീതം വെച്ച് കൊടുക്കും. ഇവിടെ എല്ലാവർക്കും 3 എണ്ണത്തിൻ്റെ കണക്കാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ഞാനും പോയി കഴിച്ചു. അപ്പോഴേക്കും മക്കൾ കുളിച്ചിട്ടൊക്കെ വന്നു. ട്യൂഷനുണ്ട് അവർക്ക്. ട്യൂഷനെന്ന് പറയുമ്പോൾ വലിയ ഭാരമൊന്നുമില്ല, ടേബിൾ റിവൈസ് ചെയ്യാനും ലെറ്റേഴ്സ് മറന്നു പോകാതിരിക്കാനും മാത്രമാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ബാക്ക് ടു മൈ വർക്ക് സ്പേസ്. അപ്പോൾ നാളെ